ബീഫ് കറി കൂട്ടി അത്താഴം കഴിച്ചതിന് പിന്നാലെ 84-കാരി അവശനിലയിൽ. ശ്വാസകോശത്തിൽ നിന്ന് കിട്ടിയത് എല്ല്. അത്താഴത്തിന് ബീഫ് കറി കഴിച്ചതിന് പിന്നാലെ 84-കാരിക്ക് കടുത്ത ചുമയും ശ്വാസതടസ്സവും. അവശനിലയിൽ ആശുപത്രിയിലെത്തിച്ച കോതമംഗലം സ്വദേശിനിയുടെ ശ്വാസകോശത്തിൽ നിന്ന് നീക്കിയത് ഇറച്ചിയിലെ എല്ല്. 3 ദിവസം മുമ്പ് അത്താഴത്തിന് ചോറും ബീഫ് കറിയും കഴിച്ചതിന് പിന്നാലെയാണ് 84-കാരിക്ക് ശ്വാസതടസ്സം അനുഭവപ്പെട്ടത്. നെഞ്ചിലെന്തോ തടഞ്ഞതുപോലുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട വയോധികയെ കുടുംബം കോതമംഗലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ENT വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. എക്സ്റേയിലും CT സ്കാനിലും തോന്നിയ സംശയത്തിന് പിന്നാലെ വയോധികയെ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. അമൃത ആശുപത്രിയിലെ ഇന്റർവെൻഷണൽ പൾമോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച വയോധികയുടെ ശ്വാസകോശത്തിൽ നിന്ന് 2 സെന്റിമീറ്ററോളം നീളമുള്ള ബീഫിന്റെ എല്ലാണ് ഇന്റർവെൻഷണൽ പൾമോളജി മേധാവി ഡോക്ടർ ടിങ്കു ജോസഫ് നീക്കിയത്. വയോധികയുടെ വലത് ശ്വാസകോശത്തിലേക്കുള്ള ട്യൂബ് പൂർണ്ണമായും അടച്ച നിലയിലായിരുന്നു ബീഫിന്റെ എല്ലുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതിനിടെ ശ്വാസം എടുത്തപ്പോഴാകാം കറിയിലെ എല്ല് ശ്വാസകോശത്തിലേക്ക് എത്തിയതെന്നാണ് ഡോക്ടർ ടിങ്കു ജോസഫ് വിശദമാക്കിയത്. റിജിഡ് ബ്രോങ്കോസ്കോപ്പിയിലൂടെയാണ് എല്ലിന്റെ കഷ്ണം നീക്കിയത്. ചികിത്സ പൂർത്തിയാക്കി 84-കാരി ആരോഗ്യം വീണ്ടെടുത്ത് ആശുപത്രി വിട്ടതായും ഡോക്ടർ ടിങ്കു ജോസഫ് വ്യക്തമാക്കി. ഇത്രയും പ്രായമായ വ്യക്തിയിൽ ഇത്തരത്തിലൊരു മെഡിക്കൽ പ്രൊസീജിയർ ചെയ്യുന്നത് ആദ്യമായാണെന്നാണ് ഡോക്ടർ ടിങ്കു ജോസഫ് പ്രതികരിക്കുന്നത്. തക്ക സമയത്ത് ചികിത്സ തേടിയതാണ് വയോധികയുടെ ജീവൻ രക്ഷിക്കാൻ സഹായമായതെന്നും ഡോക്ടർ ടിങ്കു ജോസഫ് പറഞ്ഞു.